ഹായ്, രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് പോണത് എന്താണെന്നറിയോ? മഴക്കാലത്തെ മുടി സംരക്ഷണത്തിനെ പറ്റി തന്നെയാണ് അമ്മ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ മഴക്കാലല്ലേ, എല്ലാവർക്കും എല്ലാ സാധനവും മുടിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ ചിലവർക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, അമ്മേ എനിക്ക് മുടിയില് സോറിയാസിസ് ഉണ്ട്, അതുപോലെ ചൊറിച്ചിലുണ്ട്, അങ്ങനെ പല ആക്ഷേപമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വഴിയായിട്ട് ഓരോരുത്തരുടെ ഉത്തരമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ എന്താ വെച്ചിട്ട് ഒരു കുട്ടിക്ക് എന്റെ മുടി നന്നായിട്ട് പൊട്ടിപ്പോണു അമ്മേ, എന്ത് ചെയ്യണം, രണ്ടായിട്ട് പിളർന്നു നിൽക്കണു മുടി ഇതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ രണ്ടായിട്ട് അറ്റം പിളരണ മുടിക്കാരെ എന്ത് ചെയ്യണമെന്നോ, തലപ്പ് ഒരു 1/2 ഇഞ്ച് മുറിക്കണം. മനസ്സിലായല്ലോ? തലപ്പ് ഒരു 1/2 ഇഞ്ച് മുറിക്കണം. ഇങ്ങനെ വക്കത്ത് കൂടെ ഒക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് ഒന്നാണ് മുറിച്ച് കളയുക. അയച്ചിട്ട് വെട്ടുംതോറും വളരും, പേടിക്കേണ്ട ആരും. ഈ അമ്മ പറഞ്ഞ ഇളകിയ 1/2 ഇഞ്ച് മുറിക്കാൻ പറയാണല്ലോ, ആരും പേടിക്കേണ്ട കുട്ടികളെ. അപ്പൊ നമ്മള് എന്നും എണ്ണയൊക്കെ തൊട്ട് പുരട്ടുന്നത് എങ്ങനെയെന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ത് പറഞ്ഞാൽ, മുടി പൊട്ടിപ്പോണേന്ന് നമ്മൾ 1/2 ഇഞ്ച് മുറിക്കുക. പിന്നെ അങ്ങനെ എല്ലാവരുടെയും എല്ലാ മുടി ഒപ്പല്ല. അപ്പൊ നമ്മൾ പിടിച്ച് ചീന്തി നോക്കുമ്പോൾ നമുക്ക് അറ്റം വളർന്ന മുടി കാണും. അപ്പൊ നിങ്ങൾ അവിടെ വെച്ച് മുറിച്ചോളൂ. അപ്പൊ ഈ അറ്റം വളർന്ന മുടിക്കാർക്കും മുടി കൊഴിച്ചില് നന്നായിട്ടുള്ളവർക്കും പിന്നെ പുതിയതായിട്ട് മുളയ്ക്കാത്തവർക്കും ഒക്കെ പറ്റിയൊരു റെമഡിയാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് അറിയോ എന്താ അറിയില്ല. അപ്പൊ ഞാൻ ആ സാധനം എന്താന്നുള്ളതും അതെങ്ങനെ ചെയ്യാന്നുള്ളതും നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കേട്ടോ. അതെന്താ സംഭവം എന്നിട്ട് ഞാൻ തലയിൽ തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ അമ്മ അതിന് വേണ്ടിയിട്ടേ ഈ എന്താ വെച്ചിട്ടാ, നമ്മൾ ഏത് മഴക്കാലത്ത് എന്ത് നമ്മൾ ചെയ്യുമ്പോഴേ, നമ്മൾ എന്ത് തലയിൽ തേക്കുമ്പോഴും നമ്മൾ തുളസി ഇടാൻ മറക്കണ്ട. അപ്പൊ എന്തിനാണെന്നറിയോ? മഴക്കാലത്ത് കുറച്ച് തണുപ്പ് കൂടുതലുള്ള സമയമാകൊണ്ട് നമുക്ക് നീർവീഴ്ച വരാതിരിക്കാനാണ് നമ്മളിതൊരു എന്തും 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ തുളസി അല്ല മാത്രല്ല കേട്ടോ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് വീട്ടിലുള്ളവര് ചെയ്യുക, അത്രയേ ഉള്ളൂ. തുളസി നിർബന്ധമില്ല, ഉള്ളവരൊക്കെ ഈ തുളസി ചെയ്യണം. മനസ്സിലായല്ലോ? തുളസി ഇടണം. ഇനി വേറൊരു എന്താന്ന് കാണിച്ചു തരാം. വേർക്ക് വേണ്ട എന്താണെന്നറിയോ? പനിക്കൂർക്കട ഇലയാണ്. അത് അധികം തോനെ വേണ്ട. നമ്മൾ ഇതൊന്നല്ല നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നമുക്ക് ഉള്ളവർ ഇതൊക്കെ ചേർക്കണം എന്നുള്ള കുട്ടികളെ. ഇത് എടുക്കുമ്പോൾ എല്ലാവരും മഴക്കാലത്താണ് ഇത് നമ്മളെ തലയിൽ തേക്കാനുള്ള ശ്രദ്ധയിൽ വേണം. ബാക്ക് ഭാഗം ആദ്യം ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? നമ്മളെ മാറുകാല കുട്ടികൾ ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഇല വീണു, എടുത്തു അമ്മ. അപ്പൊ ഇനി എന്താ ചേർക്കണം കണ്ടോ? ഇനി നമ്മളെ മുടി വളർച്ച, നമ്മളെ മുടി ചൊറിച്ചില്, മുടി വളർച്ചയൊക്കെ കൂട്ടണ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻസാ. ഇതുമൊക്കെ ഉള്ളവരെ ഇതും ചേർക്കണം കേട്ടോ. ഇതിന്റെ തൂമ്പ് മാത്രം ചേർത്തിയാൽ മതി. നമ്മൾ രണ്ട് തൂമ്പിന്റെ ഇത്രയേ വേണ്ടൂ കേട്ടോ. ഇതല്ല നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ നമ്മൾ ചേർക്കണതാണ് നമ്മൾക്ക് മുടി പെട്ടെന്ന് വളർന്നു വരാൻ. ഇത്രയും പെട്ടെന്ന് വളർച്ച ഉണ്ടാവാനുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പോവാണ്, നമ്മളിങ്ങനെ വഴി കൂടെ പോവുക കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്തിനാ പോണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മൾക്ക് ചെമ്പരത്തി. എല്ലാവർക്കും മുടി വല്ലാതെ കൊഴിയാണ്, വളരുന്നില്ല എന്നുള്ള സങ്കടമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, മഴക്കാലത്ത് എത്രയും പെട്ടെന്ന് മുടി വളർച്ച കൂട്ടാൻ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഡെയിലി ഉണ്ടാക്കി വെക്കണ്ട, നിങ്ങൾ ഇത് കൂടുതൽ അളവിൽ ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾക്ക് എത്ര സാധനം വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. വീണു കേട്ടോ, ഇന്നെ കഷ്ടപ്പെടുത്തണുണ്ടാവൻ. അപ്പോ നമ്മളിത് ചെമ്പരത്തിയുടെ പൂവും നമ്മൾ ഇതിൽ ചേർക്കണം, എല്ലാതും നമ്മൾ ചേർക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾക്ക് മുടി ഇനി വളർന്നില്ല എന്നുള്ള സങ്കടം ആരും പറയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മ ഇത്രയും നല്ലൊരു റെമഡി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ ഇനി നമുക്ക് ചെമ്പരത്തി പൂവായി. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് കടക്കണേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഇനി 1-2 നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം വെക്കണം കേട്ടോ. അത് ചൂടായി കഴിഞ്ഞു, നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചൂടായി കഴിഞ്ഞു. ഇത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അത്രയും നല്ലൊരു മരുന്നാണ്. ഇനി ഇത് എന്താണെന്നറിയോ? നമ്മളെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. ഓക്കെ, കണ്ടോ? കട്ട ഇണു കണ്ടല്ലോ, കട്ട ഇണു കണ്ടല്ലോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മള്. നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ കേട്ടോ. പക്ഷെ അപ്പൊ അതിന് എന്ത് വേണമെന്നറിയോ? നമ്മൾ ഈ കഞ്ഞിവെള്ളം അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ ഈ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം വരെ. ഞാൻ അപ്പൊ അത് തേക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കഞ്ഞിവെള്ളം ഉണ്ടാക്കിയത്. അല്ലാത്തവര് എന്ത് ചെയ്യണം? കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത്. എങ്ങനത്തെ നമ്മള് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണ ഒരു കഞ്ഞിവെള്ളം എടുക്കരുത്. അതിന് വെറും പച്ചവെള്ളം മതി കേട്ടോ. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഞാൻ ഇടുന്നത് നമ്മളെ ഗ്രാമ്പു. കണ്ടല്ലോ, നമുക്ക് നീരിറക്കം പിടിക്കാതിരിക്കാനും മുടി പെട്ടെന്ന് ഒരുപാട് ഗ്രോത്തിൽ വളരാനും മുടി സംരക്ഷണത്തിന് ഒന്നാമനാണ് കേട്ടോ. മുടി കറക്കാനും നമ്മളെ ഗ്രാമ്പു. കണ്ടല്ലോ, അതിന് നമ്മൾ 4-5 ഗ്രാമ്പു എത്ര വേണമെങ്കിലും ഇടാം. ഞാനിതിലൊരു 5-6 ഗ്രാമ്പു ഇട്ടുന്നു. കണ്ടല്ലോ, നിങ്ങൾ 5-8 ഗ്രാമ്പു ഇട്ടു കേട്ടോ. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നേ ഉള്ളൂ.
ഇപ്പൊ ഗ്രാമ്പുമാണ് അമ്മ ഇട്ടിട്ടുള്ളത്. ഇനി അമ്മ ഇടാനുള്ളത് നിങ്ങൾ ഞാൻ കണ്ടതല്ലേ എടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ, അതൊന്നുമല്ല നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതെന്താണെന്നറിയോ, നമ്മളെ ചണവിത്ത് കണ്ടല്ലോ, നമ്മളെ ഫ്ലാക്സ് സീഡ് പറയും കണ്ടല്ലോ ചണവിത്ത്. നിങ്ങൾ മുതിരയെന്ന് വിചാരിക്കരുത് കേട്ടോ, മുതിരയുടെ പോലെ തന്നെയാണ് ഇത് കാണാന്. കണ്ടല്ലോ, ഇത് നമ്മളെ ഫ്ലാക്സ് സീഡാണ് കണ്ടല്ലോ. ഇത് നമുക്കേ 2 സ്പൂണ് ഇട്ടാൽ മതി. നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണതിനനുസരിച്ച് നിങ്ങൾ ഇതിന്റെ ഇത് അളവ് കൂട്ടിക്കോളൂ കേട്ടോ. ഞാനിപ്പോ ഒരു പ്രാവശ്യം തേക്കാനുള്ളത് എന്ന് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഇനി നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരാനുള്ളതല്ലേ, ഓരോ ദിവസം ഓരോന്ന് വേണ്ട എനിക്ക് തലയെ തേക്കാൻ. ഇതന്നെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഞാൻ ഇത് മാത്രം തലയെ തേച്ചിരിക്കണ്ടേ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസം കാണിച്ചു തരുമ്പോ ഞാൻ അതൊക്കെ തലയെ തേക്കുന്നത് മക്കളെ ഉണ്ടാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട്. ചിലപ്പോ എനിക്ക് വെയിലത്തെ ഈ വെയിലൊക്കെ ഒന്ന് തെറിച്ചാലേ എനിക്ക് കുളിക്കാൻ പറ്റും. മഴക്കാലത്ത് ഞാൻ ഒന്ന് വെയിൽ തെറിക്കണ ദിവസമാണ് ആ സമയത്തിന് കുളിക്കുള്ളൂ. അത് കാരണത്താലാണ് കേട്ടോ. അപ്പൊ ഞാൻ വെയിൽ ചൂടായി കുളിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും, കുളിക്കുമ്പോ തേക്കും. മനസ്സിലായല്ലോ. ഇത് തിളച്ചോട്ടെ, അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം കണ്ടോ, നമ്മൾ ഈ ഇതിന്റെ ഇല കണ്ടല്ലോ, അടയ്ക്കാപ്പഴത്തിന്റെ ഇല കണ്ടല്ലോ, ഞെരടിയിടൊന്നും വേണ്ട കണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ മുടിക്ക് ഡാൻഡ്രഫ് പോവാനും പിന്നെ നമ്മളുടെ ആൾക്കാർക്ക് ഉണ്ടല്ലോ തലപ്പ് പൊട്ടിയിട്ടൊക്കെ നിൽക്കണു, അതൊക്കെ മാറാനും മുടിക്കൊരു മയം കിട്ടാനും ഒക്കെയാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പനിക്കൂർക്കടയില മുടി കറക്കാനും നമുക്ക് നീർവീഴ്ച വരാതിരിക്കാനും ഇതൊക്കെ നമ്മൾ കുറച്ചു നേരം തലയിൽ തേക്കുമ്പോൾ നമ്മളെ പ്രായം കൂടി നമ്മൾ നോക്കണം. കുട്ടികൾക്ക് എന്തും തേക്കാം, നമുക്ക് എല്ലാം തേച്ചോളന്നില്ല നമ്മളുടെ ഈ പ്രായത്തിൽ അല്ലെ. 40 കഴിഞ്ഞവര് ശ്രദ്ധിക്കണം കേട്ടോ. കഴുത്ത് വേദന, പെടലി കടച്ചില്, അങ്ങനെ എന്തൊക്കെ അസുഖങ്ങളല്ലേ, അതൊന്നും വരാതെ നോക്കും വേണം. നമുക്ക് മുടി നന്നായി വളരും വേണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ. അടുത്തത് കണ്ടോ നമ്മ കൊണ്ടുവന്നത് എന്താന്ന് കണ്ടല്ലോ, നമ്മളെ തുളസിയില. അമ്മാന്ന് കുട്ടികളോട് പറഞ്ഞ് ശീലിച്ചിട്ടാണ്, ആരും ഒന്നും കരുതരുത് കേട്ടോ. അപ്പൊ ഞാൻ ചേച്ചിന്നോ അനിയത്തിന്നോ നിങ്ങൾക്ക് സിസ്റ്റർന്ന് വിളിക്കണവരുണ്ട് എന്നെ, സന്തോഷം. ഞാൻ നിങ്ങളെ സിസ്റ്റർ തന്നെയാണ് കേട്ടോ. അതും എനിക്ക് ഇഷ്ടമാണ്. അമ്മേന്ന് വിളിക്കുന്നവരെ ഇഷ്ടമാണ്, ചേച്ചിന്ന് വിളിക്കുന്നവരെ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ അത് മാത്രം പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ. കണ്ടല്ലോ, ഇനി നമ്മൾ നമ്മളെ ചെമ്പരത്തിപ്പൂ കണ്ടല്ലോ. നമുക്ക് എത്ര ചെമ്പരത്തിപ്പൂവ് വേണമെങ്കിലും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചോളൂ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കഞ്ഞിര വെള്ളത്തിൽ വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കാൻ, പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ തേച്ചാൽ മതി കേട്ടോ. ഡെയിലി തേക്കണ്ട കേട്ടോ. ഡെയിലി തേക്കണമെന്നില്ല. നമുക്ക് എന്താ വെച്ചാൽ ഏറെ ചിത്രം ഓട്ടപ്പെടും നിങ്ങൾ കേട്ടിട്ടില്ലേ. മുടിയൊക്കെ ശുശ്രൂഷ ചെയ്യാം, പക്ഷെ ഒരുപാട് ശുശ്രൂഷ ചെയ്യാനും പാടില്ല. മുടിയുടെ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ കണ്ട കൊഴുത്ത് വരാൻ തുടങ്ങി കണ്ടല്ലോ, കളറൊക്കെ മാറി. ഞാൻ അടുപ്പം സ്പീഡിൽ വെക്കട്ടെ, എത്രയേരം അധികം സ്പീഡിൽ വെച്ചിട്ടില്ലേ. അപ്പൊ നമ്മള് ഗ്രാമ്പു ഇട്ടു, ഫ്ലാക്സ് സീഡ് ഇട്ടു, തുളസി ഇട്ടു, ചെമ്പരത്തി ഇട്ടു, പനിക്കൂർക്കട ഇല ഇട്ടു, പിന്നെ നമ്മൾ എന്താ ഇട്ടത്, അടയ്ക്കാപ്പഴത്തിന്റെ ഇല, മനസ്സിലായല്ലോ, പേരയില എല്ലാം ഇട്ടു. അപ്പൊ ഇതിന്റെ ഒരു കണ്ടോ, ഇതിന്റെ ടെക്സ്ചർ തന്നെ മാറി കണ്ടല്ലോ. കൊഴുത്തിട്ടുള്ളൊരു നമ്മൾ എന്താ പറയാ, അത്രയും നല്ല കഞ്ഞിരവെള്ളം, തലേദിവസത്തെ കഞ്ഞിരവെള്ളം കൂടി കൂട്ടുകൊണ്ടേ കണ്ടല്ലോ. ഇത് നല്ലോണം തിളച്ചു. നമ്മൾ ഇനി ഇതൊരു 5 മിനിറ്റ് തിളച്ചോട്ടെ. കണ്ടോ തിളച്ച് പോണത്. കറണ്ടിന്റെ അടുപ്പിലാണേ കുട്ടികളെ ക്ലിയർ ആവട്ടെ വെച്ചിട്ട്, ഗ്യാസ് ഇല്ലായിട്ടൊന്നല്ല. ഈ ചെറിയ പിന്നെ ഇതൊക്കെ ആകുമ്പോ നമ്മളെ ഒരുപാട് വലിയ പാത്രമല്ലല്ലോ, നമുക്കിത് കൈ കൊണ്ട് ഒന്ന് തൊടാനും കൂടിയും പറ്റില്ല. ഗ്യാസ് ആകുമ്പോ കറണ്ടിന്റെ അടുപ്പാകുമ്പോ നമുക്ക് സുഖമാണ് കണ്ടല്ലോ. അപ്പൊ ഇതൊരു 4-5 മിനിറ്റ് തിളക്കുക, അത്രേ വേണ്ടു. ഒരുപാട് തിളക്കൊന്നും വേണ്ട കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങി. ഇനി ഇത് നമ്മൾ തണുത്തിട്ടാട്ടോ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ തണുത്തിട്ട് ഉപയോഗിക്കുമ്പോ ഇതിൽ എന്താ കൂട്ടണമെന്ന് അറിയോ? ഇനി അടുത്ത സാധനം ഇതുമ്പിലൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ നമ്മളിത്. ഇത് 1.5 പോഷകം നമ്മളെ മുടിക്ക്. ഇനി നമ്മൾ ഈ മഴക്കാലത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ മുടിക്ക് ഈ ഫ്ലാക്സ് സീഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. താളി തേച്ച പോലെ മുടിയിലത്തെ എല്ലാ ചളിയും പോയിട്ടും കൂടി മുടി പറന്നാവും. അത് നമുക്കൊരു സുഖം കിട്ടില്ല. അത്ര പറന്ന് നമുക്ക് ആവണ്ട അല്ലേ. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് ഈ അടുത്ത സംഭവം കൂട്ടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കൊടുന്ന് കാണിച്ചു തരാട്ടോ. അടുത്ത സംഭവം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് നമ്മളെ നാളികേരം ചരുവീതാണേ. ഇത് ഇങ്ങനെ ഇതിലിടരുത് കേട്ടോ കുട്ടികളെ. ഇത് നിങ്ങൾ വെള്ളമൊന്നും കൂട്ടണ്ട. ഇത് നിങ്ങൾ ഒരു ലേശം ചൂടുവെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചിട്ട് പിഴിയുക. എന്നിട്ട് ഇതിന്റെ പിഴിഞ്ഞതിന് ശേഷം പാല്. ഇതിനി നമ്മൾ തണുത്തിട്ട് അരിക്കും കേട്ടോ. അരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഇത് പിഴിഞ്ഞിട്ട് ഇതിന്റെ പാലും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലാക്സ് സീഡ് തേക്കുമ്പോൾ. കാര്യം ഞാൻ മലയാളം എന്താ പറയണ്ട വെച്ചാൽ അതിന്റെ പേരെന്നെ പറയട്ടെ, ചണവിത്ത്. എന്താ അതെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് എല്ലാം അറിഞ്ഞോളന്നൊന്നുമില്ല അല്ലേ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ അങ്ങനെയും പറയണമെന്ന് മാത്രം. ഞാൻ ഇതിൽ മലയാളത്തിൽ തന്നെ പറയണം. എപ്പോഴും ചണവിത്ത് പറയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പാല് പിഴിഞ്ഞെടുത്ത് ചണവിത്ത് തണുത്തതിന്റെ ശേഷം, ഈ വെള്ളം തണുത്തതിന്റെ ശേഷം ഇത്രയും കൊഴുപ്പിലൊക്കെ ഉണ്ടാക്കിയാൽ മതി നിങ്ങളിത്. ഒരുപാട് കൊഴുത്ത എന്താണെന്നറിയോ, ഇത് നമുക്ക് ഒരു അലുവക്കട്ട പോലെ ആയി മാറും. പിന്നെ നമ്മളെ തലയിൽ ഇത്
നമുക്ക് തേക്കാനും ബുദ്ധിമുട്ടാണ്. ഒന്ന് ലൂസിൽ തന്നെ വേണം നമ്മൾ തലയിലേക്ക്. ഇപ്പൊ മഴക്കാലം ആവുകൊണ്ട് കേട്ടോ, ഒരുപാട് ടൈറ്റിലുള്ള അളവിൽ നിങ്ങൾ എടുക്കരുത്. ഇതായിരിക്കണം ഇതിന്റെ കൊഴുപ്പ്. കണ്ടല്ലോ, ഇത് അലുവക്കട്ട പോലെയാവും കുട്ടികളെ, കുറച്ചും കൂടി അളവൊക്കെ കൂടി. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കഞ്ഞിരവെള്ളം മാറ്റണം. കഞ്ഞിരവെള്ളം ആകുമ്പോൾ ചീത്തയാവും. അപ്പൊ നമ്മളെ മുടിക്ക് കൂടുതൽ ദോഷമാണ് കേട്ടോ. കഞ്ഞിരവെള്ളം ദോഷം ഉണ്ടായിട്ടല്ല, ഫ്രിഡ്ജിൽ വെച്ച് പഴകിയിട്ട് ഇതിന്റെ വാസന മാറും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി ഞാനിത് തണുത്തിട്ട് അരിച്ചിട്ട് നിങ്ങൾക്ക് തലയിൽ തേച്ച് കാണിച്ചു തരാം. അപ്പൊ നമ്മള് ചണവിത്തൊക്കെ തിളപ്പിച്ചു, അതിലെ എല്ലാ സാധനങ്ങളും കൂട്ടി, മരുന്നുകളൊക്കെ കൂട്ടി, നമുക്ക് പോഷകമുള്ള സാധനങ്ങൾ മാത്രമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ അതിന് നമ്മള് ആദ്യം തന്നെ നമ്മളെ ചൂടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ എന്തെണ്ണ വെച്ചാലും ഞാനിത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഡെയിലി ഉപയോഗിക്കുക. അത്യാവശ്യം നല്ല എണ്ണ തേക്കേണ്ടതാണ്. അത് താളി പോലെ വൃത്തിയാവും നമ്മളെ തല. സ്കാൽപ്പൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ. നമ്മൾ താളി ഷാമ്പു തേച്ച പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ചണവിത്ത് കമ്മിയായിട്ട് എടുത്തിട്ടുള്ളത്, വല്ലാതെ പറപറാന്ന് മുടി വേണ്ട വിചാരിച്ചിട്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്നത്തെയും പോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് എണ്ണ നല്ല തേച്ച്, ഞാനിത് ഓൾറെഡി ചീന്തി വൃത്തിയാക്കിയ മുടിയാണ്, അതുകൊണ്ട് ഞാൻ ചീർപ്പോണ്ട് ചീന്തി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം, ഓർമ്മിപ്പിക്കാൻ. അപ്പൊ ഞാൻ എപ്പോഴും മുടി സംരക്ഷണം പറയുമ്പോൾ എല്ലാരും ശ്രദ്ധിക്കണില്ലേ, ഞാൻ മുടിയിൽ സ്കാൽപ്പിൽ എണ്ണ തൊട്ട് പുരട്ടണതും ചൂടാക്കിയിട്ട് വേണമെന്ന് പറയുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? നിങ്ങൾക്ക് ഒന്നും വേണ്ട, കയ്യിലിട്ട് ചൂടാക്കിയാൽ മതി. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ സാധിക്കാത്തവര് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എണ്ണ തലയിൽ നന്നായി അപ്ലൈ ചെയ്യണം നമ്മൾ ചണവിത്ത് തേക്കുന്ന ദിവസം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നമ്മളെ മുടി ചെറപറപറാന്നുണ്ടാവും. നല്ലൊരു ഷാമ്പു ആയിട്ട്, ഒരു കണ്ടീഷണർ ആയിട്ട് പ്രവർത്തിക്കണം. നമ്മൾ നാളികേരപ്പാലും കൂടി ഇതിൽ ചേർക്കണമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ വേറൊരു കണ്ടീഷണറൊന്നും ഇത് തേച്ചിട്ട് ഒന്നും തേക്കണ്ട, വൃത്തിയാകും. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിത് കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കിയത്, പോഷകം കൂടാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് ഒരേ ഒരു ദിവസം ഉപയോഗിക്കുള്ളൂ, അത് കാരണം. കണ്ടല്ലോ, ഞാൻ നാളികേരം പാലിന്റെ കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടല്ലോ, ഞാൻ നാളികേരപ്പാല് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇത് എന്താ വെച്ചാൽ ഇത് ഇതിലേക്കാണ് പാരിയാണ്, നാളികേരപ്പാലും കൂടി ഇതിൽ ചേർത്താണ്. നമുക്ക് ഇതേ എന്തായാലും അരിപ്പ കൊടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും ഇത് അരിപ്പ കൊണ്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഇതൊരു തോർത്തിൽ തന്നെ പിഴിഞ്ഞെടുക്കണം. ഞാൻ ഓൾറെഡി പിന്നെ ഇതേ താളി പിഴിയണ തോർത്തിന്റെ കയ്യിൽ സ്റ്റോക്കാൻ, ഞാൻ ഈ അരിപ്പയിൽ പോരും വിചാരിച്ച അരിപ്പയൊക്കെ എടുത്തോർന്നു. പക്ഷെ ഇത് തണുത്തപ്പോ ഒന്നും കൂടി കട്ട പിടിച്ചിരിക്കണു കേട്ടോ, നന്നായി കട്ട പിടിച്ചിരിക്കണു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇത് ചെമ്പുട്ടി തന്നെ പിഴിയാവും നന്നാവുക, കാരണം താളിയൊക്കെ ഇപ്പൊ അങ്ങനെ മതി. കണ്ടല്ലോ, നിങ്ങളൊക്കെ ഷോൾ എടുത്തോട്ടോ. കണ്ടോ, അത്യാവശ്യം കണ്ടോ, കാണാല്ലേ നിങ്ങൾക്ക്? ചാടുമ്പോ കണ്ടോ, അത്യാവശ്യം ഒരു കട്ടയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചെമ്പുട്ടി തന്നെ ഇത് കൊള്ളുള്ളൂ. ചെറിയ പാത്രം ഒന്ന് എടുത്തത് ഞാൻ ഓർമ്മയില്ലാതെ ബേജാറുണ്ട്. രാവിലെ നേരത്തെയാണ് മക്കളെ. കണ്ടല്ലോ, ഇനി നമ്മൾ ഈ ചെമ്പുട്ടിയിലേക്ക് തന്നെ അത് പിഴിഞ്ഞെടുക്കും. കണ്ടല്ലോ, നല്ല സൂപ്പറാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിന്റെ ഫലം കിട്ടിയതിന്റെ ശേഷമാണ് അതൊക്കെ എല്ലാവർക്കും കാണിച്ചു തരലുള്ളൂ. ഞാൻ ഇപ്പൊ വീഡിയോ ഇടൽ ഇറങ്ങിയിട്ട് 3-4 മാസത്തോളായി. ഇതുവരെ ഞാൻ ഈ ഫ്ലാക്സ് സീഡിന്റെ, അതായത് ചണവിത്തിന്റെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കിത് നന്നാ തോന്നുക വെച്ചാൽ മാത്രമേ വേറൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇത് നന്നല്ല തോന്നുക വെച്ചാൽ നമ്മളെന്തിനാ പോയി വേറൊരാളെയും കൂടി ബുദ്ധിമുട്ടിക്കണം വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ കുട്ടികളെ ഇത് തേച്ചാൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? മുടിക്ക് അത്രയും ഗുണമാണ്. അപ്പൊ എന്താ വെച്ചാലേ വെറും ഫ്ലാക്സീഡ് തിളപ്പിച്ച് തേക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളിതിൽ ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, അതൊക്കെ നിങ്ങൾ ചേർത്താൻ ശ്രമിക്കണം കേട്ടോ. എങ്കിലാണ് നമ്മളെ മുടിക്ക് ഏറ്റവും ഗുണം. ഈ മഴക്കാലത്ത് വല്ലാതെ കൊഴുകൊഴുന്നന അപ്പം പോലുള്ള ഫ്ലാക്സീഡ് നിങ്ങൾ ഉണ്ടാക്കരുത്. ഒരു പാകതയിലുള്ള കൊഴുപ്പിൽ നിങ്ങൾ ഉണ്ടാക്കാവുള്ളൂ. കാരണം കഴുകി കളയാനുള്ള ബുദ്ധിമുട്ട്. ഇത് തലയിൽ വെച്ച് അവിടെ പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലാതെ അതിങ്ങനെ ഒറ്റി പിന്നെ ചാടുമൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പൊ അത്രയും കൊഴുപ്പിൽ നിങ്ങൾ ഇത്ര കൊഴുപ്പിലേ നിങ്ങൾ ഉണ്ടാക്കണ്ടു കേട്ടോ. ചിലവരിങ്ങനെ അപ്പം പോലെ അട്ട പോലെ ഉള്ളത് ഇത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മുടിന്ന് ഈ മഴക്കാലത്ത് കഴുകി കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിൽ അത്യാവശ്യം മരുന്നുകളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്, നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ നമ്മളെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. കാരണം നമ്മളുടെ ഈ ചണവിത്തിലേ ഫൈബർ കണ്ടന്റ് നല്ല ഉണ്ട് കേട്ടോ, നല്ല ഫൈബർ കണ്ടന്റ്. പിന്നെ omega-3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങുകൊണ്ടേ നമ്മളെ മുടി വളർച്ച ഇരട്ടിയാക്കും നമ്മളെ ചണവിത്ത്. മനസ്സിലായില്ലേ? അപ്പോ ഇനി ഇത് നമ്മൾ എങ്ങനെ തേക്കുക എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? എങ്ങനെ നമ്മളിത് മുടിയിൽ തേക്കുക? ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ ഇതെങ്ങനെ മുടിയിൽ തേക്കണം എന്നൊക്കെ. അപ്പോ നിങ്ങളിത് എങ്ങനെ തേക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് എന്താ വെച്ചാ ഈ താളിയൊക്കെ ഇപ്പൊ എന്താ ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഞാൻ എണ്ണയൊക്കെ തൊട്ടുമാടിയതാട്ടോ. അപ്പൊ ഞാൻ പുറത്തേക്ക് പോകുന്നതാണ് തേക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇത് മുടിയിലെ കുട്ടികളെ മൈക്കയിലേക്ക് ആയ പിന്നെ മൈക്ക് ഓഫ് ആവുക പേടിച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി തേക്കണ്ടത്. അല്ലെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് നിന്ന് തേക്കി. നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ താളി എങ്ങനെ തേക്കും ഉണ്ടോ? ഈ കൊഴുപ്പിലാവുമ്പോ നമുക്ക് ഇതുണ്ടോ ഒലിച്ച് ചാടുന്നുണ്ട്. അപ്പൊ മൈക്കയിലേക്ക് ആവുക വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെപ്രാളപ്പെട്ടൊരു തരം തേക്കണം കേട്ടോ. അപ്പൊ നിങ്ങളിത് തേക്കുമ്പോ നല്ല വൃത്തിയിലും വകിശിലും നേരെ തേച്ച് പിടിപ്പിക്കണേ തലയിലെ. അമ്മ കാട്ടണ പോലെ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ തല പിടിച്ചിട്ടൊന്നും അല്ല. നിങ്ങൾ നേരെ കുമ്പിട്ട് നിന്ന് നമ്മൾ അപ്പൊ നമ്മള് ഇന്ന് ചണവിത്ത്, അപ്പൊ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി അമ്മ തേക്കുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. മുടി നമ്മളെ ഷാമ്പു തേച്ച പോലെ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങൾ ചണവിത്ത് ഇടുമ്പോഴേ, അപ്പൊ അത് ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, അത് തലയിൽ തേക്കണ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും ഇത്തിരി നാളികേരപ്പായാലും ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ നാളികേരപ്പായാലും ആഡ് ചെയ്തിട്ട് പോലും കണ്ടോ എന്റെ മുടി എന്താ ഷാമ്പു ഇട്ടിട്ടില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു. കണ്ട ബാക്കിൽ നോക്ക, ഷാമ്പു ഇട്ട് കുളിച്ചെന്നല്ലേ തോന്നണത്. കാണാല്ലേ എന്താ മുടി നോക്കൂ, പറന്നായിരുന്നുല്ലേ. അപ്പൊ നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്ത് ആ ചണവിത്ത് ഫ്ലാക്സ് സീഡ് അത് തേക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ നാളികേരപ്പാൽ ആഡ് ചെയ്യണം. പക്ഷെ മുടി ഇരട്ടി വളർച്ചയാണ് കേട്ടോ. ഓരേഴ വിട്ട് നിൽക്കും. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോ എല്ലാവർക്കും എന്താ പറയാ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായി മുടി വളർത്തണം. എനിക്ക് ഇന്ന പ്രായത്തിൽ മുടി വളരുക, ഇന്ന പ്രായത്തിൽ മുടി വളരില്ല ഒന്നും ആരും നോക്കരുത്. എല്ലാവരും എല്ലാ പ്രായത്തും കുട്ടികളെ നിങ്ങളോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുളിച്ച് ഓടി വന്നതാട്ടോ. അപ്പൊ തലയിൽ കുറേശ്ശെ വെള്ളമുണ്ട്, എന്നാലും മുടിയിൽ അങ്ങനെ വെള്ളം നിൽക്കണില്ലേ, പറപറാന്ന് അയക്കണം മുടി. ഞാൻ ഉണങ്ങിയൊരു തോർത്തോണ്ട് കെട്ടി വെക്കോണ്ടേ മുടി പറപറാന്ന് അയക്കണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ എല്ലാവരും ചെയ്യും എന്നെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയണ്ട. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട. കാരണം ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എന്ത് വേണം എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് വേണം, അത് ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. അതിന് ഞാനൊരു മറുപടിയും കൊടുത്തില്ല, ഒരു സ്നേഹചിഹ്നം മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ എന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടാണ് ആ കുട്ടി അതിന് മറുപടി കൊടുത്താൽ. വേറൊരു കുട്ടി പറയാണ് നീ അതിന് തലകുത്തി നിൽക്കണം. മറുപടി കൊടുത്ത കുട്ടിയെ നോക്കൂ. അപ്പൊ എനിക്ക് രോമം പൊട്ടിത്തെറിക്കണു. എന്നെ അമ്മയായിട്ട് കരുതുന്ന കുട്ടികളുണ്ട് കേട്ടോ, ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ എത്രമാത്രം നന്ദി പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഒരുപാട് നന്ദി കുട്ടികളെ, ഒരുപാട് നന്ദി. എല്ലാവരും എല്ലാം അറിയണവരുമായിട്ട് ഇരിക്കണം എന്നില്ല അല്ലെ. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കണതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ടല്ലേ. എനിക്കപ്പോ അങ്ങനെ വിഷമം തോന്നി. ഞാൻ അതിന് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നില്ലേ. പക്ഷെ അതിന് നീ തലകുത്തി നിൽക്കണം എന്ന് ഒരു കുട്ടി മറുപടി കൊടുക്കണമെങ്കിൽ അവൾക്ക് എത്രമാത്രം എന്നെ സ്നേഹമുണ്ടല്ലേ. അപ്പൊ എന്റെ എല്ലാ വേണ്ടപ്പെട്ട മക്കൾക്കും ബൈ പറയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ മക്കളെ, ബൈ.